ഇതാണ് നിന്റെ കുഴപ്പം. പരിസര ബോധമില്ലാതെ ഓരോന്നങ്ങ് കാണിച്ചു കൂട്ടും. നീ എന്നെ കാല് വെച്ച് വീഴ്ത്തുന്നത് കൃത്യമായി ആ ക്യാമറയിൽ റെക്കോർഡായിട്ടുണ്ടാവും. സർ ആ ഫുട്ടേജ് ഒന്ന് എടുക്കണം. പ്രശാന്ത്, ആ CCTV ഫുട്ടേജ് ഒന്ന് എടുത്ത്. ശരി സാർ. ഞാൻ പറഞ്ഞതൊക്കെ സത്യം. ഞാൻ ഈ വെയിറ്റർ ഒന്നും ചെയ്തിട്ടൊന്നുമില്ല. നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ വിശ്വസിച്ചാൽ മതി. ഞാൻ പോവാ, എനിക്ക് വേറെ പണിയുണ്ട്. അങ്ങനെ മാഡം അങ്ങ് പോയാലോ? മാഡം ഇവിടെ നിക്ക്. ആ ഫുട്ടേജ് കണ്ടിട്ട് പോയാ മതി. എന്തായാലും ഈ സപ്ലൈർ ചെയ്തു എന്നല്ലേ പറഞ്ഞത്. സത്യം എന്താന്ന് തെളിയട്ടെ. എന്താ കിട്ടിയോ പ്രശ്നം? സാർ. എന്നാ പ്ലേ ചെയ്യും. ശരി സാർ. സർ വീഡിയോ കണ്ടല്ലോ. ഇനി സാറിന് എന്താ പറയാനുള്ളത്? എല്ലാം വ്യക്തമായില്ലേ? എന്തിനാ കൊച്ചെ ഇങ്ങനെയൊക്കെ കള്ളം പറയുന്നത്? നാണമില്ലേ ഇങ്ങനെയൊക്കെ കാണിക്കാൻ? അറിയാതെ നേരത്തെ ഞാനും ഇതിന് സപ്പോർട്ട് ചെയ്ത് പോയല്ലോ. വയറ്റില് കുഞ്ഞിനെയും വെച്ചോണ്ടാണോ കൊച്ചെ ഈ കുത്തിത്തിരിപ്പൊക്കെ കാണിക്കുന്നേ? സത്യത്തിൽ നീ പ്രഗ്നന്റ് തന്നെ ആണോ? ഇനി കൊച്ചു പോലീസിനെ വിളിക്കണ്ട, ഞാൻ വിളിച്ചോളാം. എന്റെ സ്ഥാപനത്തിൽ കയറി വന്ന് എന്റെ സ്ഥാപനത്തിന്റെ എന്നെ പേരില്ലാതാക്കാൻ നോക്കുന്നോ? കാണിച്ചു തരാം ഞാൻ. സർ ഇറങ്ങി പോവാൻ പറയൂ സർ ഇവളോട്. എവിടെയെങ്കിലും പോട്ടെ. നോക്ക്, ഇത്രയും പണികളായിട്ടാണെങ്കിൽ മേലാൽ ഈ സ്ഥാപനത്തിൽ വന്നു വരുത്. ഇറങ്ങി പോവാൻ നോക്ക്. നിധി, സോറി. സത്യം അറിയാതെ ഞാൻ പലതും പറഞ്ഞുപോയി. അത് സാരമില്ല സർ. സാർ എപ്പോഴും കസ്റ്റമേഴ്സിന്റെ പക്ഷത്ത് തന്നെയാണ് നിൽക്കേണ്ടത്. അത് തന്നെയാണ് ശരിയും. എന്തിനാ കൊച്ചു നോക്കിക്കുന്നത്? ഇറങ്ങിപ്പോ. നിനക്ക് എന്താ ചെവി കേൾക്കില്ലേ? ഇറങ്ങിപ്പോ വെളിയില്. ഹോട്ടലിൽ വന്ന് തരികിട പരിപാടി ഒപ്പിച്ചതിന് നിന്നെ ഇപ്പൊ വേണേ പോലീസിനെ കൊണ്ട് പിടിപ്പിക്കാം. ഞാനത് ചെയ്യാത്തത് നിന്നോടുള്ള സ്നേഹം കൊണ്ടാണെന്ന് തെറ്റിദ്ധരിക്കരുത്. നിനക്ക് ഇനി ഞാൻ തരാൻ പോകുന്ന ശിക്ഷ ഒരിക്കലും തല പൊക്കാത്ത തരത്തിലുള്ളതായിരിക്കും. നോക്കിക്കോ, അതിനുവേണ്ടി കാത്തിരുന്നോ നീ. അതെ, ഏഴ് വർഷം ജയിലിൽ കടന്ന് അഴി എണ്ണേണ്ടെന്ന് എന്റെ ഈ ഭീഷണിക്ക് ഞാൻ പുല്ല് വില പോലും കൽപ്പിക്കുന്നില്ല. നീ ഇളനീരിൽ എനിക്ക് വിഷം കലർത്തി തന്നു എന്നുള്ളത് സത്യമാണ്. അതിന് സാക്ഷികളും ഉണ്ട്. വെറുതെ ഒരു അറസ്റ്റ് ആയിരിക്കൂല നീ നേരിടേണ്ടി വരിക. അതിനുവേണ്ടി സെൻട്രൽ ജയിലിൽ പ്രത്യേക ഒരു സെല്ല് വസുന്ധരാന്റി പറഞ്ഞ് ഏർപ്പാടാക്കി വെച്ചിട്ടുണ്ട്. അത് ഞങ്ങളുടെ ഒരു കടമയല്ലേ കൂട്ടുകാരി? അത്രയൊന്നും നിങ്ങൾ മെനക്കെടേണ്ടി വരില്ല. അതിനു മുൻപ് നിന്റെ ഈ ഗർഭിണി വേഷം ഞാൻ അങ്ങ് അഴുപ്പിച്ച് വെച്ചിരിക്കും കൂട്ടുകാരി. നീ പറഞ്ഞോ, നിന്റെ ആഗ്രഹങ്ങളൊക്കെ നീ കൊതി തീരും വരെ പറഞ്ഞു നടന്നോ. പക്ഷെ നടക്കാൻ പോണില്ല ഒന്നും ഒരിക്കലും. ഇപ്പൊ തന്നെ ഗൗതമനോട് ചെന്ന് യാത്ര പറഞ്ഞ് റെഡിയായി തയ്യാറായി നിന്നോ. നിന്റെ ദിവസം എണ്ണപ്പെട്ട് കഴിഞ്ഞു മോളെ. അതെന്താന്ന് വെച്ചാ സൗകര്യം പോലെ ഞാൻ ചെയ്തോളാം. ഇപ്പൊ നീ ഇത് പിടിച്ചോ. നീ എനിക്ക് ടിപ്പായി തന്ന 100 രൂപയായത്. തൽക്കാലം ഇവിടുത്തെ ഭക്ഷണം വിളമ്പുകയും വേസ്റ്റ് വാരുകയും ചെയ്യുന്നതിന്റെ ശമ്പളം അന്തസ്സോടെ തന്നെ ഞാൻ വാങ്ങുന്നതുകൊണ്ട്
എനിക്കിതിന്റെ ആവശ്യമില്ല. പക്ഷേ നിനക്കിതിന്റെ ആവശ്യം വരും. എപ്പോഴാന്നറിയോ? നിന്റെ കള്ളത്തരങ്ങളെല്ലാം വെളിച്ചത്തായി പ്രണവ് നിന്നെ ഈശ്വരമംഗലത്തുനിന്ന് അടിച്ചിറക്കുന്നതോടെ എങ്ങും ഒരു ഇടവില്ലാതെ തെരുവിൽ അലയുമ്പോ ഒരു നേരത്തെ ആഹാരത്തിന് നിനക്കിത് ഉതകും. പേടിക്കടി. അപ്പോ എല്ലാം പറഞ്ഞ കണക്ക്. നമുക്ക് ആര് ജയിക്കുമെന്ന് നോക്കാം.